ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ക്രിസ്തുരാജൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. രാജാതിരാജനായ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷത്തിലേക്ക് 3 എപ്പിസോഡുകളായി നമ്മെ ഒരുക്കിക്കൊണ്ട് ആ ആഘോഷം ഏറ്റവും അർത്ഥവത്തായി കൊണ്ടാടുവാൻ നമ്മെ സഹായിക്കുമ്പോൾ ഇന്ന് 2-ാം ദിനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തതകളുള്ള രാജാതിരാജന് എങ്ങനെ ഈ ലോകം മുഴുവനും നേടിയെടുക്കുവാൻ സാധിച്ചു എന്നതിൻ്റെ രഹസ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ലോകം മുഴുവനും ആകർഷിപ്പിക്കപ്പെടുവാൻ, ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ തക്ക വിധം ദൈവജനത്തിന് മുമ്പിൽ രാജാതിരാജൻ എന്ത് സീക്രട്ടാണ് മുന്നോട്ട് വെച്ചത്? ഈ രാജാതിരാജൻ എന്ത് ആയുധം കൊണ്ടായിരിക്കും ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത്. ഈ ദിവസത്തിൽ നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വചനങ്ങളെല്ലാം പ്രഘോഷിക്കുന്നതും ധ്യാനം പങ്കുവയ്ക്കുന്നതും. നിങ്ങൾ സൂക്ഷ്മമായി ഈ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും, കയ്യിലുണ്ട് ഒരായുധം, അത് കുരിശാണ്. കൃത്യമായൊരു ആയുധത്തോടു കൂടി തന്നെയാണ് ഈ ലോകം മുഴുവനും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനമാക്കുന്നത് അതുതന്നെയാണ്. ഈ ആയുധം എന്താണ്? എന്ത് തത്വശാസ്ത്രമാണ് കർത്താവോട് ഉപയോഗിച്ചത്? എന്ത് മുഖം വെച്ചാണ് രാജാവ് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്? ഈ 3 ചിന്തകളാണ് 2-ാമത്തെ ഈ ദിവസത്തിൽ നിങ്ങളെ കർത്താവായ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷത്തിലേക്ക് ഒരുക്കത്തിന് വേണ്ടി സഹായിക്കുവാൻ ഞാൻ മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ആദ്യത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. കുരിശിനെ പുണരുന്ന, കുരിശിനെ ആയുധമാക്കിയ, കുരിശിനെ സ്നേഹിക്കുന്ന ഒരു രാജാവ്. എവിടെ കാണാൻ പറ്റും സഹനങ്ങളെ സ്നേഹിക്കുന്ന, കുരിശിനെ സ്നേഹിക്കുന്ന ഒരു രാജാവ്? സഹനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ തന്നെ നമുക്ക് ഓടി ഒളിക്കുവാനാണ് താല്പര്യം. നമുക്ക് ആർക്കും സഹനങ്ങളും രോഗങ്ങളും അസുഖങ്ങളും അതുപോലെ ഭാരമുള്ള ഒന്നും തന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ് മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുക. പക്ഷേ കർത്താവായ ക്രിസ്തു രാജാതിരാജൻ്റെ കയ്യിലുള്ളത് വാളല്ല, പരിചയമല്ല, കുരിശാണ് എന്ന് പറയുമ്പോൾ ആ കുരിശ് കൊണ്ട് ഈ ലോകത്തെ നേടി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഹനങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ക്ഷണം, കുരിശിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ളൊരു ക്ഷണം. ഫ്രാൻസിസ് പാപ്പ എപ്പോഴും തൻ്റെ പോക്കറ്റിൽ ഒരു കുരിശ് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അത്രമാത്രം കുരിശിനെ പ്രണയിച്ച ഒരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു സംഭവം നടന്നത് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരു മനുഷ്യൻ പട്ടിണി അകറ്റാൻ വേണ്ടി ദിവസവും മീൻ വിൽക്കുന്ന, മത്സ്യം വിൽക്കുന്ന ഒരു ജോലിയിലാണ് അദ്ദേഹം വ്യാപരിച്ചിരുന്നത്. ഒരു ദിവസം തലയിൽ ഒരു ബാസ്ക്കറ്റ് നിറയെ മത്സ്യം വിൽക്കുവാനായിട്ട് അയാൾ ഇങ്ങനെ നടന്ന് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് യുവാക്കൾ 2 പേര് ഒരു ബൈക്കിൽ യാത്ര ചെയ്തു വരികയാണ്. അവരുടെ വരവിൽ തന്നെ ഒരു പന്തികേടുണ്ടായിരുന്നു. അശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചു വരുന്നതൊക്കെ അവിടെ നിന്നിരുന്ന പലരും ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചു. ഈ ചെറുപ്പക്കാര് വന്ന് അശ്രദ്ധയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ അടുക്കിലൂടെ പോയി അദ്ദേഹത്തെ ഒന്ന് ഉരസി അദ്ദേഹം റോഡിലേക്ക് വീഴുകയാണ്. തലയിലുണ്ടായിരുന്ന ബാസ്ക്കറ്റിലെ മത്സ്യം മുഴുവനും റോഡിലേക്ക് വീഴുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ആ മനുഷ്യൻ്റെ വേദന. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഓടിക്കൂടി. അവരെല്ലാവരും ആദ്യം വന്ന് ചെയ്തത് ഈ മനുഷ്യനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാനോ ആ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന മത്സ്യം തടുത്തുകൂട്ടി അതിലേക്ക് തിരിച്ചു വയ്ക്കുവാനല്ല. അവിടെ ഉണ്ടായിരുന്ന ആ 2 അശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ച ചെറുപ്പക്കാരെ തെറി പറയുക, അവരെ വഴക്ക് പറയുക എന്നുള്ളതിലായിരുന്നു അവരെല്ലാവരും വ്യാപരിച്ചത്. പക്ഷേ നമ്മുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ച, വിദ്യാലയത്തിലേക്ക് പോകുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങൾ
അവരതിൽ റോഡിൻ്റെ സൈഡിലൂടെ പോകുന്നതും ഈ വഴക്കുകളൊക്കെ നടക്കുന്നതിനിടയിൽ ഈ കുട്ടികൾ വന്ന് ഈ മത്സ്യമെല്ലാം തിരികെ ബാസ്ക്കറ്റിലേക്ക് എടുത്തിടുന്നൊരു കാഴ്ച. വേദനിക്കുന്ന ആ മനുഷ്യൻ്റെ കണ്ണീരൊപ്പിയത് ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയുവാൻ പറ്റും, ഈ ബാലനും ബാലികയുമാണ്. ഈ ബാലികയും ബാലനും വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായൊരു പുണ്യപ്രവൃത്തിയാണ് ആ മനുഷ്യൻ്റെ വേദനയിൽ ചേർന്ന് നിൽക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്. അത് എല്ലാവരുടെയും കണ്ണുകളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. പ്രിയമുള്ളവർ, ഈ ലോകത്തിലുള്ളവരുടെ വേദന ഒപ്പിയെടുക്കുവാൻ സഹനങ്ങളോട് ചേർന്ന് നിന്ന് ഞാനും നിന്നോടൊപ്പം വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വേദനകൾ നീ എനിക്ക് തരിക എന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന അടയാളമാണ് രക്ഷയുടെ കുരിശ്. വിശുദ്ധ ജെറോമിനോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ച സമ്മാനം എന്താണ്? ഗിവ് മീ യുവർ സിൻസ്. നീ നിന്റെ പാപങ്ങൾ എനിക്ക് തരിക, നിന്റെ ഭാരങ്ങൾ നീ എനിക്ക് തരിക, മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. കുരിശിൽ കിടന്ന് പ്രാണൻ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെയും എൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ കുരിശിനെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുരാജൻ ഈ ലോകത്തിലെ മറ്റ് രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തതയുള്ള ഒരു രാജാവായി മാറുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ ക്രിസ്തു രാജാതിരാജനായി വ്യത്യസ്തതകളുള്ള രാജാവായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിസ്തു കുരിശിനെ ആയുധമാക്കി എന്നുള്ളത് തന്നെയാണ്. കുരിശിനെ ആയുധമാക്കിയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ എനിക്ക് കുരിശിനെ ചേർത്ത് പിടിക്കാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എപ്രകാരമാണ് കുരിശിനെ ചേർത്ത് പിടിച്ചത് നമുക്കറിയാം. എനിക്ക് ദൈവമാണ് സർവ്വതും, മറ്റൊന്നും വേണ്ട എന്ന് പ്രഘോഷിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് കുരിശിനെ അങ്ങേയറ്റം സ്നേഹിച്ചത്. മോനിക്ക പുണ്യവതി തൻ്റെ മകനായ വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും, ഈ ലോകം എന്നെ ഒരിക്കലും ആകർഷിക്കുന്നില്ല, എന്നെ ആകർഷിക്കുന്നത് ദൈവം മാത്രമാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അമ്മ ത്രേസ്യ പറഞ്ഞില്ലേ, സകലതും കടന്നു പോകും, ഒന്ന് മാത്രം നിലനിൽക്കും, അത് ദൈവമാണ്. ക്രിസ്തുവിൻ്റെ ഏറ്റവും സുന്ദരമായ സന്ദേശം, നീ കുരിശിനെ സ്നേഹിക്കുക, ആ കുരിശ് നിന്റെ രക്ഷയായി മാറുമെന്നുള്ളത് തന്നെയാണ്. നിനക്ക് എന്ത് ഭാരമാണ് ജീവിതത്തിലുള്ളത്, എന്ത് സഹനമാണ് നിനക്കുള്ളത്, ആ സഹനത്തെ ചേർത്ത് പിടിക്കുക, അതിൽ കൃപയുണ്ടാകും എന്നുള്ളത് കർത്താവ് നമ്മെ മാറ്റിപ്പിടിച്ച് പറഞ്ഞ ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദേശമാണ്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ എപ്രകാരമാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വിശുദ്ധനായി മാറിയത്? നാസി ക്യാമ്പിൽ മറ്റൊരുവിന് വേണ്ടി ജീവൻ വെടിയുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തില്ലേ? ഇപ്പോൾ നമുക്കിടയിൽ ജീവിച്ച വിശുദ്ധ കാർലോസ് അക്യുത്തീസ്, സ്വർഗത്തിലേക്കുള്ള ഏക ഹൈവേ എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ കുരിശിനോടും ചേർന്ന് നിൽക്കുവാൻ, കർത്താവായ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിലെ രക്ഷ എന്ന് തിരിച്ചറിയുവാൻ, ക്രൂശിതനെ പ്രണയിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ രാജ്യത്വ തിരുനാളിൽ ക്രിസ്തുരാജൻ നമ്മെ ക്ഷണിക്കുന്നതും. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഈ ആയുധം നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. രണ്ടാമതൊരു കാര്യം, എന്തുകൊണ്ട് ക്രിസ്തുരാജന് ഈ ലോകം മുഴുവൻ നേടുവാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ പിന്നിൽ കുരിശെന്ന ആയുധം പോലെ തന്നെ മറ്റൊരു കാരണമുണ്ട്. അത് ക്രിസ്തുരാജൻ്റെ തത്വശാസ്ത്രമാണ്. എന്താണ് ആ ഫിലോസഫി? ക്രിസ്തുരാജൻ്റെ പോളിസി എന്തായിരുന്നു? ഒരൊറ്റ പോളിസി ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ വാക്കിൽ നമുക്ക് അതിനെ നിർവചിക്കാം: സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം, സ്നേഹത്തിൻ്റെ പോളിസി. സ്നേഹമായിരുന്നു ക്രിസ്തുരാജൻ്റെ ഏറ്റവും മുമ്പിൽ കാത്തു സൂക്ഷിച്ച ആ തത്വശാസ്ത്രം. സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ്? കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ് 13 അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണ് സ്നേഹം എന്നുള്ളത്. പക്ഷെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള വിശുദ്ധ ജോൺ പോൾ II പാപ്പ
ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, 3 മുഖങ്ങൾ സ്നേഹത്തിനുണ്ട് എന്നുള്ളത്. സ്നേഹത്തിൻ്റെ 3 മുഖങ്ങൾ. ഒന്ന് ആനന്ദത്തിൻ്റെ മുഖമാണ്. സ്നേഹിക്കുന്നവർ എന്നും സന്തോഷിക്കുന്നു എന്നുള്ളതാണ് പാപ്പ പറയുന്നത്. സ്നേഹം ഒരിക്കലും നിരാശയിലേക്ക് നമ്മെ നയിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ വിചിന്തനമാക്കേണ്ടതുണ്ട്. സ്നേഹം നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത് സ്നേഹം ത്യാഗം ആവശ്യപ്പെടുന്നു, ത്യാഗത്തിൻ്റെ മുഖം ആവശ്യപ്പെടുന്നുള്ളതാണ്. എനിക്ക് ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം ത്യാഗം ചെയ്യുവാൻ, എൻ്റെ എനർജി ത്യാഗം ചെയ്യുവാൻ, എൻ്റെ എല്ലാം ആ വ്യക്തിക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോഴല്ലേ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു മുഖം വെളിപ്പെടുത്തപ്പെടുക. കർത്താവായ ക്രിസ്തു സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ത്യാഗത്തിൻ്റെ വലിയൊരു മുഖം കണ്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. മൂന്നാമതൊരു മുഖമുണ്ട്, അത് ശുശ്രൂഷയുടെ മുഖമാണ്, സേവനത്തിൻ്റെ മുഖമാണ്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് സ്നേഹമായി മാറുകയാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ 3 മുഖങ്ങളെപ്പറ്റി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ആനന്ദത്തിൻ്റെ മുഖം, ത്യാഗത്തിൻ്റെ മുഖം, ശുശ്രൂഷയുടെ മുഖം. ഈ 3 മുഖങ്ങൾ ചേർന്ന് സംയോജിപ്പിക്കപ്പെടുമ്പോൾ അതെന്തായി മാറുന്നു? സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രമായി മാറുകയാണ്. ക്രിസ്തുരാജൻ ചേർത്ത് പിടിച്ചത് സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കൂടെ നിന്നവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം ആവോളം നൽകി അവസാനം ജീവൻ തന്നെ വെടിയുവാനായിട്ട് അവിടുന്ന് കാരണമായി. അതിൻ്റെ പിന്നിൽ ഒന്നേ ഒന്ന് മാത്രം, ദ ഫിലോസഫി ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സ്നേഹമായി മാറുവാൻ എനിക്ക് പറ്റുമോ എന്നുള്ളതാണ്. ക്രിസ്തുരാജൻ ആയുധങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സൈന്യങ്ങൾ കൊണ്ട് വെട്ടിപ്പിടിച്ചതല്ല ഈ ഭൂമി മുഴുവനും, സ്നേഹം കൊണ്ട് വെട്ടിപ്പിടിച്ചതാണ്. നമുക്ക് മുമ്പിലുള്ള ആരെങ്കിലും നമുക്കെതിരാണെങ്കിലും സ്നേഹം കൊണ്ട് നമുക്ക് അവരെ കീഴ്പ്പെടുത്തുവാൻ പറ്റും എന്നൊരു ഓർമ്മക്കുറിപ്പ് കർത്താവ് സമ്മാനിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക: കുരിശിനെ പ്രണയിക്കുക, സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. മറ്റൊരു കാരണം കൂടി എടുത്ത് പറയുകയാണ്, മൂന്നാമതൊരു കാരണം. അതെന്താണ്? അത് മനുഷ്യത്വത്തിൻ്റെ മുഖമാണ്. എന്താണ് മനുഷ്യത്വത്തിൻ്റെ മുഖം? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സൂപ്പർ ഹീറോകളാവാനല്ല. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മാലാഖമാരെ പോലെ ഉന്നതിയിൽ നിന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന ദൂതരാവുക എന്നുള്ളതല്ല. പക്ഷെ അതിനേക്കാളും ഉപരിയായി ഒരു നല്ല മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. എന്താണ് ഒരു നല്ല മനുഷ്യൻ്റെ ഗുണഗണങ്ങൾ? കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, നന്നായി സംസാരിക്കുക, അവരോടൊക്കെ ഒന്ന് ഇടപഴകുക, കാണുമ്പോഴൊക്കെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, മനുഷ്യത്വമുള്ളവരായി മാറുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓട്ടോയിൽ ഒരിടത്തേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ, ഇപ്പോൾ ഒത്തിരി കുട്ടികൾ, യുവതി യുവാക്കന്മാരെല്ലാം ഈ ഓട്ടോയിൽ കയറുന്നുണ്ട്. പക്ഷെ അവരുടെ സംസാരത്തിൽ മുതിർന്നവരോടുള്ള ബഹുമാനം വളരെ കുറഞ്ഞു പോയോ എന്നൊരു സംശയം. വലിയ വലിയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മക്കൾ തിരിച്ച് ഈ ഓട്ടോയിൽ കയറുമ്പോൾ ഒരു ബഹുമാനവുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള നല്ല മാനേഴ്സ് ഒന്നുമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ ചങ്ക് വേദനിക്കുന്നുണ്ട് അച്ഛാ, ചങ്ക് വേദനിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചത് സാധാരണക്കാർ പഠിച്ച ഒരു വിദ്യാലയത്തിലാണ് എന്ന് ആ ഓട്ടോക്കാരൻ എന്നോട് പറയുക. പക്ഷെ എനിക്കറിയാം, മുതിർന്നൊരു വ്യക്തി എൻ്റെ മുമ്പിൽ വന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ, ആ വ്യക്തിയോട് ഒരു താങ്ക് യു പറയുവാൻ, അല്ലെങ്കിൽ ഒരു പ്ലീസ് പറയുവാൻ, മുതിർന്ന വ്യക്തികളോട് ജ്യേഷ്ഠ എന്നുള്ള മനോഭാവത്തോടു കൂടി അഭിസംബോധന ചെയ്യുവാൻ, ഇതൊന്നും ഇപ്പോൾ എൻ്റെ ഓട്ടോയിൽ കയറുന്ന യുവതി യുവാക്കളിൽ കാണുന്നില്ല അച്ചോ. എന്താ ഇങ്ങനെയൊക്കെ എന്നൊരു ചോദ്യം. മനുഷ്യത്വത്തിൻ്റെ മുഖം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നോ എന്നൊരു ചോദ്യമാണ് നമ്മൾ ഉയർത്തേണ്ടത്. ഞാൻ ഒരിക്കലും അത് ആഗോളവൽക്കരിക്കുവാൻ എനിക്ക് ഇഷ്ടമില്ല. എല്ലാവരും, അല്ലെങ്കിൽ ഇന്നത്തെ യുവതി യുവാക്കൾ എല്ലാവരും അത്തരത്തിലുള്ളവരാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം എനിക്ക് അടുത്ത് പരിചയമുള്ള യുവതി യുവാക്കളൊക്കെ നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ളവരും, ഇടപഴകാൻ അറിയുന്നവരും, പുഞ്ചിരിക്കാൻ അറിയുന്നവരും, ബഹുമാനം നൽകുവാനായിട്ട് കഴിയുന്നവരുമാണ്.
പക്ഷേ എന്നാലും നമ്മുടെ ഇടയിലുമുണ്ട് ഇത്തരത്തിൽ മനുഷ്യത്വത്തിൻ്റെ മുഖം വറ്റുപോയ, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനം നമ്മുടെ ഇടയിലുണ്ട് എന്ന് അറിയുമ്പോൾ ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മെ വിളിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ മുഖം നിനക്കുണ്ടോ എന്നുള്ള ചോദ്യം കൊണ്ടാണ്. കർത്താവായ ക്രിസ്തു മനുഷ്യത്വത്തിൻ്റെ മുഖം എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ വളരെ ഒരു മനുഷ്യനെ പോലെ പെരുമാറുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. എന്താണത്? കിണറ്റിനരികെ യാത്ര ചെയ്ത് ക്ഷീണിതനായി ജലത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം. എനിക്ക് ദാഹിക്കുന്നുണ്ട്, യാത്ര ചെയ്ത് ഞാൻ ക്ഷീണിതനാണ് എന്ന് കിണറ്റിനരികെ ഇരുന്നു കൊണ്ട് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യത്തിൻ്റെ, ഒരു പൂർണ്ണ മനുഷ്യൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവ് അവിടെ ആയിരുന്നത്. നമുക്കറിയാം പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ലാസറിൻ്റെ കുടുംബത്തിലേക്ക് പോയ അവസ്ഥ നിങ്ങൾക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലാസറിൻ്റെ വേർപാടിൽ കരയുന്ന, നെടുവീർപ്പിടുന്ന ഈശോ. പ്രിയമുള്ളവർ, എൻ്റെ മുമ്പിൽ കരയുന്നവരുടെ കണ്ണീരൊപ്പുമ്പോൾ എൻ്റെ ചങ്കും പിടയ്ക്കുന്നുണ്ടെങ്കിൽ അതാണ് മനുഷ്യത്വത്തിൻ്റെ മുഖം. കർത്താവായ ക്രിസ്തു രാജാതിരാജനാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യത്വത്തിൻ്റെ മുഖം അവനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എൻ്റെ മുമ്പിൽ വേദനിക്കുന്നവരെ ഞാൻ കാണുമ്പോൾ അവരോടൊപ്പം വേദനിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന തെളിവെന്ന് പറയുന്നത് എന്നിൽ മനുഷ്യത്വമുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ആ എപ്പിസോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ലാസറിൻ്റെ മരണശേഷം സഹോദരിമായ മർത്തായും മറിയവും കരയുകയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ അടുക്കൽ വേവലാതിപ്പെടുന്ന സഹോദരിമാർ. അവരോട് കർത്താവ് പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്. അതാണ് മനുഷ്യത്വത്തിൻ്റെ മറ്റൊരു മുഖം എന്ന് പറയുന്നത്. മദർ തെരേസയുടെ കോൺവെൻറ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലായിടത്തും എഴുതി വെച്ച ഒരു സെൻറ്റൻസ്, ആ വാചകം, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. കുരിശിൽ കിടന്ന് കർത്താവായ ക്രിസ്തു പറഞ്ഞ ആ ദാഹം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു ദാഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആത്മാക്കളെ തേടുവാൻ കൽക്കത്തയിൽ വിശുദ്ധ മദർ തെരേസ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇപ്രകാരം എല്ലാ കോൺവെൻറ്റുകളിലും സ്ഥാപനങ്ങളിലും എഴുതി വയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. ദാഹം മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. കർത്താവായ ക്രിസ്തു രാജാതിരാജനാണെങ്കിൽ എല്ലാ മനുഷ്യ ഗുണഗണങ്ങളുമുള്ള ഒരു രാജാവ് തന്നെയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അവസാനം എല്ലാവരെയും പോലെ കുരിശിൽ കിടന്ന് പ്രാണൻ വെടിയുമ്പോഴും ദാഹിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞെങ്കിൽ നിന്നോടും എന്നോടും ഈ രാജാതിരാജൻ പറയുകയാണ്, നീ പൂർണ്ണ മനുഷ്യനാവുക, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി മാറുക എന്നുള്ളത് തന്നെയാണ് നമ്മോട് പറയുന്ന സന്ദേശം. ഈ 3 കാര്യങ്ങൾ ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ. രാജാതിരാജൻ ഒരു ആയുധമുണ്ട്, അത് സ്നേഹത്തിൻ്റെ ആയുധമാണ്. ആ ആയുധം കുരിശാണ്. കുരിശിനെ നീ സ്നേഹിക്കുക. കുരിശിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ വേദനകളെ, നിന്റെ സഹനങ്ങളെ നീ കർത്താവിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. 2, ഒരു തത്വശാസ്ത്രം, ഒരു പോളിസി കർത്താവിനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. അത് സ്നേഹത്തിൻ്റെ 3 മുഖങ്ങളുള്ള തത്വശാസ്ത്രം. ആനന്ദത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ശുശ്രൂഷയുടേതായിട്ടുള്ള സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രം. അവസാനമായി നീ പൂർണ്ണ മനുഷ്യനായി ജീവിക്കുക. വലിയ സൂപ്പർ ഹീറോകളും സൂപ്പർ ഹീറോയിൻസും ആകുവാനുമല്ല കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നത്, നീ ഒരു നല്ല മനുഷ്യനായി മാറുക. വേദനിക്കുന്നവരെ കാണുമ്പോൾ കണ്ണീരോടുകൂടി അവരോട് ചേർന്നിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവരെയൊക്കെ മനസ്സിലാക്കുന്ന, അവരോടൊപ്പം പുഞ്ചിരിക്കുന്ന, അവരുടെ സന്തോഷങ്ങളിൽ ആനന്ദിക്കുന്ന ഒരു നല്ല മനുഷ്യനായി മാറുക. അങ്ങനെയെങ്കിൽ നീയും ആ രാജ്യത്തിലെ അംഗമാകും. രാജാധിരാജൻ്റെ ദൈവരാജ്യത്തിലെ അംഗമായി നീയും ഞാനും മാറും. നമുക്കതല്ലേ വേണ്ടത്? ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇങ്ങനൊരു രാജാവിൻ്റെ
ജനമാണ് എന്ന് സധൈര്യം വിളിച്ചു ഓടുവാൻ, സന്തോഷത്തോടെ വിളിച്ചോതുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ഒരുക്കത്തോടു കൂടി നമുക്ക് തീർത്ഥാടനം ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന ആരാധന ആയിരം ആരാധന. യേശുവേ ആരാധന. ഞങ്ങളുടെ മധ്യപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ സ്പർശിക്കുന്ന ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന രാജാതിരാജനായ യേശു ക്രിസ്തുവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളെ നീ സ്പർശിക്കണമേ, ഞങ്ങളെ നീ മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധിയിലേക്ക് നീ ഞങ്ങളെ നയിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതു മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം വാഴ്വതേക്കാളെത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന ആരാധന ഈശോയെ, ആരാധന ആരാധന ആത്മാവിൽ ആരാധന 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 ആയിരം ആരാധന. ആരാധന. നമുക്ക് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്താം. ആരാധന ആരാധന യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രാജാതിരാജനായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നായകനായി രാജാവായി എന്ന് വാഴണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയുടെ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളെ
സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അഭിഷേകം നൽകണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ നീ പ്രദാനം ചെയ്യണമേ. രാജാതിരാജ ക്രിസ്തുദേവ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. തിരുനാമമെന്നും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. തിരുനാമമെന്നും പ്രകീർത്തിക്കാൻ, ജനതകൾ മധ്യേ പ്രഘോഷിക്കാൻ. ആകാശത്തോളം ഉയർത്തിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. ഒരേ സ്വരത്തിൽ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, ആയിരം ആരാധന, ഒരായിരം ആരാധന യേശുവേ. ആരാധന, ആരാധന. ഞങ്ങളെ സ്പർശിക്കണമേ ഈശോയെ. ഞങ്ങളെ സ്പർശിക്കണമേ ഈശോയെ. ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഈശോയെ. രാജാധിരാജനായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈശോയെ. ഈശോയെ, ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന അഭിഷേകം നൽകണമേ. ഞങ്ങളുടെ തിന്മ നിറഞ്ഞ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ വിടവഴിയിലേക്ക് വീണ് ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ. വിശുദ്ധിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ ഈശോയെ. ഞങ്ങളെ നീ നയിക്കണമേ. അങ്ങയുടെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. സ്വർഗ്ഗ സ്വപ്നം കാണുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധമായ പരമമായ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്കിപ്പോൾ ആരാധനയോടെ പാടിപ്പുകഴ്ത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന, ആരാധന. കയ്യിലേന്താൻ ഒരായുധവും മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ ഒരു തത്വശാസ്ത്രവും സ്വപ്നം കാണാൻ ഒരു സാമ്രാജ്യവും സമ്മാനിച്ച രാജാതിരാജൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ക്രിസ്തുരാജൻ കയ്യിലേന്തിയത് കുരിശാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കുരിശിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഇടയൻ, കുരിശുകൊണ്ട് ലോകത്തെ രക്ഷിച്ച ഇടയൻ, കുരിശിൽ തൻ്റെ ജീവൻ ത്യാഗം ചെയ്ത ഇടയൻ, കുരിശിലൂടെയാണ് രക്ഷ എന്ന് നമ്മെ പഠിപ്പിച്ച ഇടയൻ, സഹനങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ ദൈവജനത്തെ
സ്വന്തമാക്കാമെന്ന് പഠിപ്പിച്ച രാജാധിരാജൻ, അധികാരത്തിൻ്റെ ഗർവില്ലാതെ, സൈനികത്തിൻ്റെ ആരവമില്ലാതെ, അധിനിവേശങ്ങളില്ലാതെ, സിംഹാസനങ്ങളില്ലാതെ, കിരീടമില്ലാതെ, ഇതാ എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി മനുഷ്യഹൃദയങ്ങളിൽ ഇടം തേടിയ രാജാധിരാജ്, ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ രാജാവാണെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ ആത്മാവിൻ്റെയും, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഇടവകളുടെയും ഈ സമൂഹത്തിൻ്റെ മുഴുവനും ആധിപത്യം അങ്ങാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. രാജാധിരാജ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന തത്വശാസ്ത്രമാണല്ലോ നീ ഞങ്ങളെ പഠിപ്പിച്ചത്. സ്നേഹത്തോടുകൂടി വ്യാപരിക്കുവാൻ, സ്നേഹത്തിൻ്റെ മുഖങ്ങളായ ആനന്ദവും ത്യാഗവും ശുശ്രൂഷയും ചെയ്തുകൊണ്ട് പുഞ്ചിരിയോടുകൂടി വ്യാപരിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. മനുഷ്യത്വമുള്ളവരായി ജീവിക്കുവാൻ നീ ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയാണല്ലോ. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ മനുഷ്യത്വത്തിൻ്റെ നിറവ് പകർന്നു തന്ന രാജാതിരാജ, കിണറ്റിൻകരയിൽ വിശപ്പ് സഹിച്ച് ദാഹിച്ച് കിടന്ന ഒരു മനുഷ്യൻ്റെ മുഖം വെളിപ്പെടുത്തിയ രാജാതിരാജ, തൻ്റെ കുടുംബാംഗമായ ലാസറിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന മർത്തായുടെയും മറിയത്തിൻ്റെയും കണ്ണീരിനൊപ്പം നെടുവീർപ്പിട്ടുകൊണ്ട് കരഞ്ഞ രാജാധിരാജനായ ക്രിസ്തുരാജൻ, നീ ഞങ്ങളുടെ രാജാവാകുന്നു. ഞങ്ങൾ അങ്ങയുടെ സൈന്യവും പ്രജയുമാകുന്നു. അങ്ങേക്ക് വേണ്ടി വചനം പ്രഘോഷിക്കുവാൻ അയക്കപ്പെടുന്ന സൈന്യം. ഈശോയെ, അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ രാജാവാണെന്ന് ഏറ്റുപറയുന്നതിൽ അത്യധികം ഞങ്ങളുടെ ഹൃദയം ആനന്ദം കൊള്ളുന്നു. കാരണം എല്ലാ രാജാക്കന്മാരിൽ വച്ച് ഏറ്റവും വലിയ രാജാവ് നീയാണല്ലോ. രാജാക്കന്മാരുടെ രാജാവ്, ഞങ്ങളെ നയിക്കണമേ. അങ്ങേ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ ഗാനം ആലപിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ തുറക്കുകയാണ്. ഞങ്ങളിൽ എന്നും വാഴണമേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ആരാധന 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 ആരാധന. ഈശോയെ,
ദിവ്യകാരുണ്യനാഥ, എത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് എന്നോടായി നീ പറഞ്ഞുവല്ലോ, എനിക്ക് ദാഹിക്കുന്നു. വിനാഗിരി കൊണ്ട് ശമിപ്പിക്കുവാൻ കഴിയുന്നതല്ല അങ്ങയുടെ ദാഹമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ഭൂമിയിലുള്ള ഒരു ജലം കൊണ്ടും ആ ദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് നാഥ. എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണല്ലോ അത്. എൻ്റെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെടാതെ രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണല്ലോ അങ്ങയുടെ തിരുവിഷ്ടം. ആ ദാഹമകറ്റുവാൻ എൻ്റെ തിരിച്ചുവരവ് കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഈ രാജാതിരാജൻ്റെ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങയുടെ ദാഹം ശമിപ്പിക്കുവാൻ, എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, വീണ്ടും അങ്ങിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അനുതാപത്തോടുകൂടി അങ്ങേ സന്നിധിയിൽ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ. നീ ഞങ്ങളെ സഹായിക്കണമേ. അഭിഷേകം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ സ്നേഹവലയത്തിൽ നിന്ന് ഞങ്ങൾ വഴുതി വീണിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ കരുതലിൻ്റെ മുഖം അവഗണിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈശോയെ, ഞങ്ങളോട് നീ പൊറുക്കണമേ. ഈശോയെ, ഞങ്ങളോട് നീ കരുണയായിരിക്കണമേ. ക്രൂശിതൻ്റെ മുഖം എൻ്റെ ഹൃദയത്തിൽ നീ പതിപ്പിക്കണമേ. ഓരോ തെറ്റിലേക്കും ഞാൻ നടന്നു വീഴുമ്പോൾ ആ ക്രൂശിതൻ്റെ മുഖം എന്നെ ഓർമ്മപ്പെടുത്തട്ടെ. ദിവ്യകാരുണ്യനാഥൻ, ക്രൂശിതനായ ക്രിസ്തു, രാജാതിരാജനായ നാഥൻ എനിക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുവെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈശോയെ, മനുഷ്യത്വമുള്ള ഒരു മുഖം ഞങ്ങൾക്ക് നീ സമ്മാനമായി നൽകണമേ. ഈശോയെ, ആരാധനയുടെ ഈ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളും പുറവും നീ കാണുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ കുരിശിനെ അഭിമുഖീകരിക്കേണ്ട നിമിഷങ്ങളുണ്ടായപ്പോൾ, വേദനകളുണ്ടായപ്പോൾ, രോഗങ്ങളുണ്ടായപ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടായപ്പോൾ, സഹനങ്ങളുണ്ടായപ്പോൾ, പിറുപിറുത്തുകൊണ്ട് പൈശാചികമായിട്ടുള്ളൊരു പ്രതികരണമാണല്ലോ ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ സമ്മാനിച്ചത്. പഴയ നിയമത്തിൽ ജോബ് പറഞ്ഞതുപോലെ സകലതും ദൈവം തന്നു, സകലതും അവിടുന്ന് എടുത്തു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഉള്ളു തുറന്ന് പറയുവാൻ, ചെങ്കൂറ്റത്തോടുകൂടി പറയുവാനുള്ള കൃപ ക്രിസ്തു രാജ നീ ഞങ്ങൾക്ക് നൽകണമേ. ഈ കാലഘട്ടത്തിൽ തിന്മയുടേതായിട്ടുള്ള വഴികളിലേക്ക് വളർന്നു നീങ്ങുമ്പോൾ വിശുദ്ധിയുടെ ഗന്ധമുള്ള ഒരു ശിഷ്യ സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു നിമിഷം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കുള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. സമാപന ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലേക്കാണ് രാജാതിരാജൻ കടന്നു വരേണ്ടതെന്നും നമുക്ക് വിചിന്തനം ചെയ്യാം. അഹങ്കരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, അസൂയയുടെ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദേഷ്യത്തോടുകൂടി വ്യാപരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ,
നിരാശയിൽ ജീവിക്കുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിലേക്കെല്ലാം നമുക്ക് കർത്താവിനോട് കേണപേക്ഷിക്കാം. രാജാതിരാജ ക്രിസ്തുനാഥ, നീ ഇറങ്ങി വന്ന് ഞങ്ങളെ സ്പർശിക്കണമേ, നീ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ മുകളിൽ കരങ്ങൾ കൂപ്പി എളിമയോടുകൂടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശീർവാദത്തിനായി നമ്മെ ഒരുക്കിക്കൊണ്ട് ഗാനമാലപിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സംഗീതവും യേശുവേ ആരാധന, നീ എൻ്റെ കോട്ടയും യേശുവേ ആരാധന.